പരിശുദ്ധ ബെനഡിക്റ്റ് 16 പാപ്പയെ കാലം ഓർത്തുവയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനത്യാഗത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ദീക്ഷണ വൈഭവം കൊണ്ട് കൂടിയാണെന്ന് KCBC മീഡിയ കമ്മീഷൻ ചെയർമാൻ മാർ ജോസഫ് പാംബ്ലാനി. സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ സഭ കടന്നുപോയപ്പോൾ ബെനഡിക്റ്റ് മാർപ്പാപ്പ സഭയെ ശരിയായ ദിശയിലേക്ക് നയിച്ചെന്നും മാർ ജോസഫ് പാംബ്ലാനി ഷെക്കേന ന്യൂസിനോട് പങ്കുവച്ചു. പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് മാർപ്പാപ്പയെ കാലം ഓർത്തുവയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനത്യാഗത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ദീക്ഷണ വൈഭവം കൊണ്ടുകൂടിയാണ്. യുഗപ്രഭാവനായ ഒരു മാർപ്പാപ്പയായിരുന്നു ബെനഡിക്റ്റ് മാർപ്പാപ്പ. സമാനതകളില്ലാത്ത പ്രശ്നങ്ങളിലൂടെ സഭ നീങ്ങുന്ന കാലത്ത് വളരെ കൃത്യവും വ്യക്തവും ധാർമ്മികതയിൽ അടിയുറച്ചതും സഭയുടെ നാളിതുവരെയുള്ള പാരമ്പര്യങ്ങളിൽ നിന്ന് അണുപോലും വ്യതിചലിക്കാത്തതുമായ പ്രബോധനങ്ങളിലൂടെ ബെനഡിക്റ്റ് മാർപ്പാപ്പ സഭയെ ശരിയായ ദിശയിലേക്ക് നയിച്ചു എന്നുള്ളതാണ് പാപ്പ സഭയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന. വിശ്വാസ തിരുസംഘത്തിന്റെ അധ്യക്ഷനായിരുന്ന കാലം മുതൽ സഭയിൽ സത്യവിശ്വാസത്തിന്റെ അവസാന വാക്ക് ബെനഡിക്റ്റ് 16 എന്ന കർദിനാൾ റാറ്റ്സിംഗർ ആയിരുന്നു എന്ന് നമുക്കറിയാം. കാരണം ആ കാലത്ത് സഭയെ പിടിച്ചുലച്ച വലിയ പ്രതിസന്ധികൾ, വിമോചന ദൈവശാസ്ത്രത്തിന്റെ വെല്ലുവിളികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവയെല്ലാം കൃത്യമായ കാഴ്ചപ്പാടോടുകൂടെ വിലയിരുത്തി ആർക്കും എതിരഭിപ്രായങ്ങൾ പറയാനല്ലാത്ത വിധം പഴുതടച്ചുകൊണ്ട് ദൈവശാസ്ത്രജ്ഞനായി മാർപ്പാപ്പ സംസാരിക്കുമ്പോൾ ലോകം അതിനെ ആദരവോടെ നോക്കിക്കണ്ടു. ശത്രുക്കൾ പോലും അദ്ദേഹത്തിന്റെ ദീക്ഷണാ വൈഭവത്തിന് മുമ്പിൽ ശിരസ് നമിച്ചു എന്നുള്ളതാണ് സത്യം. ഈ 21ാം നൂറ്റാണ്ടിന് വേണ്ടി ദൈവം കരുതി വെച്ച പുണ്യമായിരുന്ന ബെനഡിക്റ്റ് പാപ്പായുടെ ദീപ്ത സ്മരണകൾക്ക് മുമ്പിൽ നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം.